നയനയുടെ ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണെങ്കിൽ ആദർശ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മയാണെങ്കിൽ അപ്പച്ചി അടുത്തൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് അപ്പച്ചിയാണെങ്കിൽ ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നത്. പക്ഷേ അവരെ മനസ്സിലിരിപ്പോൾ ഇന്നാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നയനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയും ആദർശവും എല്ലാ കാര്യങ്ങളും നമ്മളെ ദേവ്യാനെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ദേവ്യാനെയാണെങ്കിലും നമ്മൾ ജലജയെ പോയി വിളിക്കുന്നുണ്ട് കേട്ടോ. നീ അബിയായിട്ടൊന്ന് താഴോട്ട് വരാൻ വേണ്ടി പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ജലജ ഒന്നും അറിയാത്ത കണക്ക് എന്താ ഏട്ടത്തി എന്താ വീണ്ടും അവൻ എന്തെങ്കിലും പ്രശ്നം ചെയ്തോ എന്നൊക്കെ നമ്മൾ ദേവ്യാനി അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് എന്തായാലും നീ എന്തായാലും അവനെയും കൂട്ടി താഴോട്ട് വരാൻ വേണ്ടിയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ അവൻ മാത്രമല്ല നീയും ഇതിനകത്ത് പ്രതിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മര്യാദയ്ക്ക് അവനെയും വിളിച്ചോട്ട് താഴോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദേവ്യാനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ ദേവ്യാനിയൊക്കെ ആണെങ്കിൽ നയനയുടെ റൂമിൽ കയറി സ്വർണ്ണം എടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവരുടെ റൂമിൽ കയറിയിട്ടുമില്ല ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട് ഇല്ല അപ്പച്ചി തന്നെ ആ സ്വർണ്ണം എടുത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ജലജ ഉറച്ച് നിൽക്കുമോ ഞാൻ ആ സ്വർണ്ണം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നെ പറയുന്നുണ്ട് എന്തായാലും അപ്പച്ചി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനും ഉറച്ച് തന്നെ പറയും അപ്പച്ചി തന്നെ ആ സ്വർണ്ണം എടുത്തിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് അതിന് നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആ തെളിവുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ താഴോട്ട്. അങ്ങനെ ആദർശനെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ജലജ അബിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചെന്നുള്ള ആ ഒരു ഞെട്ടലായിരിക്കും അവർ നിൽക്കുന്നത്. കരിച്ച ജയിലിലാണെന്നുള്ള ഒരു സന്തോഷത്തിലൊക്കെയല്ലേ അവർ നിന്നത്. അപ്പോൾ ഇങ്ങനെ ആദർശം ഇവിടെ വന്നെന്നുള്ള ഒരു ഞെട്ടലിലാണ് നമ്മൾ ജലജയും അബിയും നിൽക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ.